माय डियर भारतवासियों, सबको मेरा प्रणाम. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഡോഗ്സ് ആർമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ടാണ്. അതും റോബോട്ടിക് ആർമി. ഡോഗ്സ് നമുക്ക് ആൾറെഡി ഇന്നുണ്ട്. നോർമൽ ഡോഗ്സ്, ഡോഗ് സ്ക്വാഡ്, വാട്ട് എവർ യു ക്യാൻ സേ ദാറ്റ്. ഇത് റോബോട്ടിക് ഡോഗ് ആർമിയാണ് ഇനി ഇന്ത്യയുടെ മുന്നോട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മളെ നയിക്കുന്നതിനും നമ്മുടെ ഫ്രണ്ട് ട്രൂപ്പിലോട്ട് പോകുന്നതിനും ഉതകുന്ന രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള റോബോട്ടിക് ആർമി ആൾറെഡി US, റഷ്യ, ചൈന ആൻഡ് നൗ റീസെൻ്റ്ലി യുക്രൈൻ യുദ്ധത്തിൽ അത് ഉപയോഗിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ട് ഇന്ത്യ ഇപ്പോഴാണ് ഇതൊരു ആർമിയുടെ ഭാഗമായി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇത്തരം റോബോട്ടിക് ആർമിയുടെ മുകളിൽ ഒരു ഗൺ ഘടിപ്പിക്കുകയും അതിനെ അതിൻ്റെതായ ലെവലിൽ വിട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂരമായ ഫലങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒത്തിരി മനുഷ്യജീവനെ രക്ഷിക്കാൻ കഴിയുന്നതും ആർമിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് എന്നും ഇതിന് പറയേണ്ടിയിരിക്കുന്നു. ഇത് അമേരിക്കയിൽ ആൾറെഡി 2005 ബുസ്റ്റൺ ഡൈനാമിക് റോബോട്ടിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് അന്നത്തെ ഗവൺമെന്റ് ഓർഡർ കൊടുത്തത് കണ്ടുപിടിക്കുന്നതിനും ഉണ്ടാക്കുന്നതിനുമായിട്ട്. ഇന്നിപ്പോൾ അവരുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 20 വർഷത്തിന് ശേഷമാണ് നമ്മൾ ആ ലെവലിലോട്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് കാണിക്കുന്നത്? നമ്മൾ ആൾറെഡി വളരെ വർഷങ്ങൾ, എത്രയോ വർഷം മുമ്പ് ഒരു 50 കൊല്ലം ബാക്ക് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അതിൽ നിന്ന് വളരെ മാറ്റങ്ങൾ വന്നു. 25 വർഷമായി. അതിപ്പോൾ 20 വർഷത്തിന്റെ ഒരു ടെക്നോളജി റേഞ്ചിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. US ഉണ്ടാക്കുന്ന ഒരു റോബോട്ടിക് ഡോഗിന് $75,000 ചെലവ് വരുന്നുണ്ടെങ്കിൽ ഇതേ സാധനം നമ്മുടെ OPIDയുടെ മാസ്റ്ററായ ചൈന ഇറക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചൈന ഇറക്കിയപ്പോൾ ഇവര് ഇതിന്റെ ഉണ്ടായിരിക്കുന്ന മൈനസ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്തുകൊണ്ട് അതിനേക്കാളും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാറുള്ള റോബോട്ടിക് ഡോഗിനെയാണ് വെറും $2,500 പ്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് വലിയ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് ചൈനയെ സംബന്ധിച്ച്. നാം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ആ ഒരു മൈൻഡും ഒരു കോമ്പറ്റീറ്റീവ് തിങ്കിങ്ങും റിയലി അപ്രീഷ്യബിൾ. ഇത് ഇന്ന് ഇത്തരം ഡോഗുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ ഒരു കമ്പനി എയ്റോ ആർക്ക് റോബോട്ടിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് റീസെന്റ് അത് ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇന്ത്യ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നതിനും ഇത് കണ്ടുപിടിക്കുന്നതിനും നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നും, കൂടാതെ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഇതിനായി വെച്ചിരിക്കുന്ന ഈ 5% അല്ലെങ്കിൽ അതിനോടൊതുങ്ങുന്ന രീതിയിലുള്ള ഫണ്ടുകൾ വെച്ചിട്ടുള്ളത് കൂടാതെ അതിന് വലിയ ലെവലിലോട്ട് ഹൈക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഇതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലോട്ട് എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിൽ അതിനെ കൊണ്ടുവന്നാൽ മാത്രമേ ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാനും, പ്രൈവറ്റ് കമ്പനികളായാലും ശരി, മേക്ക് ഇൻ ഇന്ത്യ ആയാലും ശരി, ഇന്ത്യ ഗവൺമെന്റിന്റെ DRDO ആയാലും ശരി, ഇതിന് വളരെയധികം സപ്പോർട്ടീവായി വരണം എന്ന ഒരു അഭിപ്രായം എളിയവനായി എനിക്ക് പറയാനുണ്ട്. ഇത് നമ്മുടെ ഫണ്ടിങ് വളരെ ബഡ്ജറ്റിൽ ഇതിന് അലോക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് വളരെ കുറവാണ്. ഇത് സംതിങ് ഒരു 5% മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല എക്സ്പെർട്സിന്റെ ഒപ്പീനിയൻ അത് 10 to 15% ഇനി ഇൻക്രീസ് ചെയ്തെങ്കിലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അതിനുള്ളൊരു ശക്തിയും ആർജവത്വം നമുക്കുണ്ടായിരിക്കണം. പിന്നെ ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ പണ്ട് രാജാക്കന്മാരായിരുന്ന കാലത്ത് നമ്മുടെ മുഗൾ സാമ്രാജ്യം മറ്റുള്ളവരെല്ലാവരും ചെയ്തിരുന്ന പോലെ ആനപ്പട, കുതിരപ്പട, ഒട്ടകം, ഇത്തരം രീതിയിലോട്ടും ഇത് റോബോട്ടിക് ലെവലിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? ഇന്ത്യൻ ജനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള നോളജ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സപ്പോർട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പുതിയ വരുന്ന മേക്ക് ഇൻ ഇന്ത്യ കമ്പനികൾ ഇത് ഡെഫിനറ്റ്ലി ദേ വിൽ മേക്ക് ഇറ്റ് ദിസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള R&D ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്ക് എന്തും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഒന്നുകൂടി ശ്രദ്ധ ഊന്നിക്കൊണ്ട് ഇത് വളരെ അഡ്വാൻസ് ലെവലിലോട്ട് കടന്നു വരണം. ഈ ഇന്ന് ഇറക്കിയിരിക്കുന്ന റോബോട്ടിന് മിനിമം 50 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും അതൊരു 12-13 കിലോഗ്രാം വെയിറ്റ് താങ്ങി പോവാവുന്നൊരു കപ്പാസിറ്റി ഉണ്ട്, വളരെ സ്പീഡ്. അതും ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
ഇതിന്റെ മുകളിൽ ഒരു ഗൺ സെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് റൂപ്പിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒത്തിരി ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് ഇത് കഴിയുന്നതായിരിക്കും. അപ്പൊ ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ സൗകര്യങ്ങളും ഇന്ത്യ ഗവൺമെന്റ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. ഇതെല്ലാം ഇനി എക്സ്പോർട്ടിംഗ് രീതിയിലോട്ട് കടന്നു വരത്തക്ക രീതിയിലോട്ട് ഇന്ത്യ വളരണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭാരത് മാതാ കി ജയ്. വൺസ് അഗെയിൻ.